എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയില് വല്ലാത്തൊരു അവസ്ഥയിലായി പോയി ശരണ്യ. കാരണം നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ശ്രീകുമാരി അമ്മ ബാർഡോമ്പറോ ഒക്കെ വന്നിട്ട് ശരണ്യയോട് ദേഷ്യപ്പെടുന്നത്. പക്ഷേങ്കിൽ ശരണ്യ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് വന്നാലും താൻ മുന്നോട്ട് നീങ്ങുന്നു ഉറച്ച വിശ്വാസമായിരുന്നു. ആ സമയത്ത് ശ്രീകുമാരി അമ്മ പറഞ്ഞു, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. പ്രഭാനും ശ്രീലതയും കേട്ടല്ലോ, ഇനിയിപ്പോൾ ഇവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ ജോലിയും അതോടൊപ്പം തന്നെ പിരിച്ചു തരാന്ന് പറഞ്ഞ തുകയും അതൊന്നും നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചു, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങളെ സഹായിച്ചാലുള്ള കൂലി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. അതിനുശേഷം ബാക്കി അവിടെ നിന്ന് ബാർഡോമ്പറോടും ആൾക്കാരോട് പറഞ്ഞു, ബാ നമ്മൾ എന്ത് കാണിക്കാനാണ് നിൽക്കുന്നത്, പോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ശരണ്യ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. പ്രഭാകരൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രഭാകരൻ അവിടെ നിന്ന് കരയുവാണ്. കാരണം രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞതിൻ്റെ പേരിലാണ് ശരണ്യയോടും കുടുംബത്തോടും അവരെ ഈ അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ബബിത സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. മനുശങ്കർ വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇത് എന്തെടുക്കുമായിരുന്നു ഇവിടെ? വെറുതെ ഒന്നും എടുക്കുമല്ലായിരുന്നു മനുവേട്ടാ. എന്തേ രോഹിത്ത് വന്നില്ലേന്ന് ചോദിച്ചു. വന്നു, അകത്തുണ്ട്. അല്ല എങ്ങനെയുണ്ട് അവനെ കണ്ടിട്ട്? ഒന്നും പറയാതിരിക്കുക മനുവേട്ടാ ഭേദം. കാരണം രാജകൊട്ടാരത്തിൽ നേരിട്ട് കുടിലേക്ക് കൊണ്ട് തള്ളിയിട്ടൊരു അവസ്ഥ എപ്പോൾ രോഹിത്തേണ്ടേ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഒന്ന് സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടിച്ചു കീറുമെന്ന് പറഞ്ഞു. കരിമ്പുലിയാ പിന്നെ ഒന്ന് കഥ തുറക്കണേ. ഒന്നും പറയണ്ട, 2-3 വട്ടം ഞാൻ സംസാരിക്കാൻ ചെന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിക്കാനും കുടിക്കാനും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അലീനെ കഴിക്കാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ, അതൊക്കെ അവിടെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെ അതിനുശേഷം ചോറും കറികളൊക്കെ കൃഷ്ണമോള് കൊണ്ടേ കൊടുത്തു. കൃഷ്ണ കൊണ്ടേ കൊടുത്ത് ചോറും കറികളൊക്കെ ബാൽക്കണീൻ്റെ താഴേക്കെറിഞ്ഞ് പൊട്ടിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും അടുത്തേക്ക് പോലും അടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അല്ല ഇതിപ്പോൾ എന്താ പ്രത്യേകിച്ച് പെട്ടെന്നിങ്ങനെ? അതൊന്നും അറിയത്തില്ല മനുവേട്ട, വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയായിരുന്നു പറഞ്ഞു. നമ്മൾ ശരിക്കും ഇപ്പം ജയിലിൽ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്ന പോലെയാ. എപ്പോഴും മുറിക്കകത്ത് കഥ അടച്ചിരിക്കും. കഥ മുട്ടിയിട്ടുണ്ടെങ്കിലോ ദേഷ്യപ്പെട്ട് വന്ന് കഥ തുറക്കും. ഒന്നും മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അവന് ഫ്രസ്ട്രേഷൻ കാണുമായിരിക്കും, അവന് ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്തേലും. അപ്പം നമ്മൾ വേണ്ട അത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. അല്ല ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? അങ്കിൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അച്ഛൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അച്ഛൻ മുറിയിലുണ്ട്, അച്ഛന് നല്ല ടെൻഷനാണ്. മുമ്പത്തെക്കാലം ബുദ്ധിമുട്ട് ഇപ്പോഴാണ്. രോഹിത്തേട്ടൻ ജയിലിലായ സമയത്ത് ഇത്രയ്ക്ക് ടെൻഷൻ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം അതിനേക്കാളും ബുദ്ധിമുട്ടായിട്ട് അച്ഛൻ മുറിയിൽ കിടക്കണേന്ന് പറഞ്ഞു. ഒടുവിലും മനുശങ്കർ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേനും കൃഷ്ണമോള് വന്നു. നീ ഇതെവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പഠിക്കുമായിരുന്നു, എക്സാം ഉണ്ടല്ലോ. അല്ല അപ്പം ഇവൾക്ക് എക്സാമോ പഠിത്തമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എനിക്കോ? അത് പിന്നെ എൻ്റെ 1-2 മാസത്തെ ക്ലാസ് മിസ്സായായിരുന്നല്ലോ. കൃഷ്ണമോള് പറഞ്ഞു, 2 മാസത്തെ ഒന്നും മിസ്സായില്ല, 1 മാസത്തെ. വെറുതെ കള്ളത്തരം പറയരുത്, ചേച്ചിക്ക് പഠിക്കാൻ കഴിയില്ല അതുകൊണ്ടാ, പക്ഷെ എനിക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ കൃഷ്ണമോള് പറഞ്ഞു. ആ സമയത്ത് മനു ചോദിച്ചു, അല്ല നീ രോഹിത്തിനെ കണ്ട് രോഹിത്തിനോട് സംസാരിച്ചില്ലേ? എങ്ങനെ സംസാരിക്കാനാ, അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നു പോലും ഇല്ലാന്ന് പറഞ്ഞു. അല്ല അങ്കിളോ? അച്ഛൻ മുറിയിലുണ്ട്, എന്ത് ചെയ്യാനാ എൻ്റെ മനുവേട്ട, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. അല്ല അലീന ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു. അലീന ചേച്ചി അകത്തുണ്ട്. പാവം അലീന ചേച്ചി എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? രോഹിത്തേട്ടന് കൊണ്ടേ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം രോഹിത്തേട്ടൻ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും, കഴിക്കാനുള്ള കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും. പക്ഷെ അലീന ചേച്ചി ആത്മനിയന്ത്രണം പാലിക്കും. അലീന ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. എന്താ കാണിക്കാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. അലീന ചേച്ചിക്ക് അത്ര ആത്മസമീനം ഉള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അലീന ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ശരിക്കും പ്രതികരിച്ചു പോകും. അലീന ചേച്ചി പാവമായതുകൊണ്ട് മാത്രം എന്നൊക്കെ അലീനെ പുകഴ്ത്തി പറയണം. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഒട്ടും സഹിച്ചില്ല. ബബിത പറഞ്ഞു, നീ എന്തിനാ അവളെ ഇത്രമാത്രം പൊഴുത്തി പറയണേ? അതിന് മാത്രം അവൾ എന്ത് ത്യാഗം ചെയ്തേന്ന് ചോദിച്ചു. അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ എല്ലാവരുടെയും മട്ടും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവളാണ് രോഹിത്തേട്ടനെ രക്ഷിച്ചേന്ന് തോന്നും. അതിന് അവളെന്ത് ചെയ്തിട്ടാ? അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ രോഹിത്തേട്ടനെ പുറത്തിറക്കാനായിട്ട് അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനു പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നേ ഭവിതയെന്ന് പറഞ്ഞു. എവിടെ? ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യെ പിടിച്ച് സെറ്റിയെ കൊണ്ടിരുത്തുകയാണ്. പിന്നീട് കൃഷ്ണമോളെയും വിളിച്ചു. 2 പേരും ഇടവും വല്ല ഇരിക്കുകയാണ്. ആ സമയത്ത് മനുശങ്കർ തന്നെ ഫോണിനകത്തൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു നിങ്ങൾ 2 പേരും.
അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരന്താളിപ്പോടുകൂടി കൃഷ്ണനെ ഭവിതൻ പരസ്പരം നോക്കുകയാണ്. അലീനെ നമ്മുടെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്നു. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ വേണ്ടിയിട്ട് തീപ്പെട്ടി ഒരയ്ക്കുന്നു. ആ സമയം മനുഷ്യങ്ങളോട് കണ്ടില്ലേ, ആ തീപ്പെട്ടിക്കുള്ളി കിട്ടുപോയി, അല്ലായിരുന്നെങ്കിലോ അലീന ഇപ്പം ജീവനോടെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ഇതെവിടെ വെച്ച് നടന്ന സംഭവം എന്നറിയാമോ? കോളനി വെച്ച് നടന്ന സംഭവം. ആ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ദൈവമേ, ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഭവതി ചോദിച്ചു, അല്ല എന്നിട്ട് എങ്ങനെയാ പിന്നെ അവൾ രക്ഷപ്പെട്ടേന്ന് ചോദിച്ചു. നോക്കിയേ, ഒരാൾ വരുന്നുണ്ടോ, ഇതാണ് ഓട്ടോക്കാരൻ ഷാജി. ഇയാൾ വന്നിട്ടാണ് അലീനയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ അലീന ഇന്ന് ഈ വീട്ടിലുണ്ടായിരിക്കില്ല. നീ ചോദിച്ചില്ലേ അലീന എന്താ ചെയ്തതെന്ന്? അലീന ചെയ്ത എന്താണെന്നറിയോ? ശരണ്യനെ കാണാൻ പോയതാ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അവൾ വീണ്ടും അവിടെ പോയായിരുന്നല്ലോ. പോയി. അവൾക്ക് പേടി തോന്നിയില്ല. അവൾ ശരണ്യയെ രക്ഷിക്കാൻ വേണ്ടി പോയതാ. ശരണ്യയെ രക്ഷിക്കാൻ വേണ്ടി പോയതല്ലേ, അല്ലാതെ രോഹിത്തണ്ണെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും അല്ലോ അവൾ പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു, ഒരിക്കലും രോഹിത്തിനെ രക്ഷിക്കാനായിട്ട്, രോഹിത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് അവൾ പോകത്തില്ല. അവൾ ശരണ്യെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനാണ് പോയത്. തകർന്നു കിടക്കുന്ന ശരണ്യെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് അവൾക്ക് എല്ലാവരും ഉണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു. അടച്ചിട്ട് മുറിക്കുള്ളിരിക്കുന്ന അവളെ പുറത്തെത്തിച്ചു. ആൾക്കാരുടെ മുന്നിൽ കൂടെ നടത്തിച്ചു. എന്തിനാണെന്നറിയാവോ? അവളുടെ മനസ്സിൽ ബലം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നത് അതായിരുന്നു അവളുടെ ആഗ്രഹം. പിന്നെ രോഗത്തിന് വേണ്ടിയിട്ട് അവളെ ശരണ്യെ സ്വാധീനിക്കാൻ നിന്റെ അച്ഛൻ വരെ പറഞ്ഞതാ. അങ്കിള് വരെ പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ല. കാരണം അവൾ അങ്ങനെയാണ്, അവൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. പക്ഷെ അവൾ കൊടുത്ത ആ ധൈര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ശരണ്യെ കോടതി കയറി ഇന്ന് രോഗത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്. ഇനിയെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അല്ലേലും എൻ്റെ അലീന ചേച്ചിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അവരെ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടോടുകൂടി നിൽക്കുകയാണ്. ഈ സമയത്ത് അലീന ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോഴേക്കും മനുഷ്യൻ കുറിച്ചത് എവിടെയായിരുന്നു? അതെ, ഞാൻ അടുക്കളയിലായിരുന്നു, കുറച്ച് പണി തിരക്കിലായിരുന്നു പറഞ്ഞു. അല്ല എന്താ മനുവേട്ട, എനിക്ക് രോഗത്തിനെ ഒന്ന് കാണണമായിരുന്നു. ഇപ്പം കാണണോ മനുവേട്ട? ഇപ്പം കാണാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ലെന്ന് പറഞ്ഞു. കണ്ടിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. രോഗത്ത് പഴയതുപോലൊന്നും അല്ല, അവന് വല്ലാത്തൊരു ഭാവമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനു ചോദിച്ചു, അല്ല നിനക്ക് എന്ത് തോന്നുന്നു, അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കൊണ്ടുവരണം എന്ന് എൻ്റെ ആഗ്രഹം. അവൻ ചെളി പൂണ്ട് കിടക്കുവാണ്, കഴുത്ത് മാത്രം വെളിയിലുള്ളൂ. അവിടുന്ന് പൊക്കിയെടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി തൂത്തുടച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എന്നെക്കൊണ്ട് അത് സാധിക്കുമെന്ന് തന്നെ എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്ന് പറഞ്ഞു. വിശ്വാസമുണ്ട്, എനിക്ക് അവനെ രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് അലീന പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്, നീ ചെയ്യ, നിന്നെക്കൊണ്ട് സാധിക്കും, അത് തന്നെയാണ് എനിക്കും തോന്നിയതെന്നൊക്കെ മനുഷ്യങ്കറും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലീന രോഹിത്തിനുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു, അല്ല ചേച്ചി ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? രോഹത്തിന് കൊടുക്കാനായിട്ട്. അത് വേണോ ചേച്ചി? രോഹത്തിന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. സാരമില്ല മോളെ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ, വെറുതെ ചേച്ചി ഇന്നലെ റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചു. സാരമില്ല എന്ന് പറഞ്ഞിട്ട് അലീൻ്റെ രോഹത്തിന് മുറിയുടെ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. ബാലേന്ദ്രൻ വന്നിട്ട് ഇതെന്താന്ന് ചോദിച്ചു. രോഹത്തിനുള്ള ആഹാരം, അതിൻ്റെ ആവശ്യമുണ്ടോ? അവൻ്റെ സ്വഭാവം അറിയാലോ, അവനിതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയത്തുള്ളായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും വെച്ചാ കൊടുക്കാതിരിക്കുന്ന മര്യാദ അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അലീന പോയി കഥയെ മുട്ടുവാണ്. 2-3 വട്ടം അലീന മുട്ടിയിട്ട് തുറന്നില്ല. അപ്പോഴേക്കും ബാലേന്ദ്രനോട് അലീന പറഞ്ഞു, അച്ഛനൊന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എവിടെയോ ബാലേന്ദ്രൻ വിളിച്ചു. എടാ കഥ തുറക്കടാന്ന് പറഞ്ഞു. 2-3 വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് രോഹിത്ത് വന്ന് കഥ തുറക്കണേ. ഈ സമയം ബാലേന്ദ്രൻ അങ്ങോട്ട് മാറി നിന്നു. അങ്ങനെ കഥ തുറന്നു കഴിഞ്ഞപ്പോൾ അലീന കഞ്ഞിയുമായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടേ. ആ സമയം അലീന പറഞ്ഞു, ഒന്നും കഴിച്ചില്ലോ, ഇത് കഴിക്കാൻ പറഞ്ഞു. അവള് കഞ്ഞിയായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞു. ഒറ്റ തട്ടായിരുന്നു, അത് മൊത്തം തട്ടി തെറിപ്പിച്ച് അവിടെ ഇട്ടു. അത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ സഹിച്ചില്ല. ബാലേന്ദ്രൻ പാഞ്ഞു വന്നിട്ട് രോഹിത്തിനെ അടിക്കാൻ തുടങ്ങുവാണ്. നീ എന്താടാ ഈ ചെയ്തതെന്ന് ചോദിച്ചോണ്ട്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അലീന ചാടി കയറി പിടിച്ചു. പിന്നീട് അലീന പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് മാറ്, ഇത് ഞാൻ കൈകാര്യം ചെയ്താളെന്ന് പറഞ്ഞു. വേണ്ട, ആരും കൈകാര്യം ചെയ്യണ്ട, എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. ഒടുവിൽ അലീനയുടെ കയ്യിൽ കറിയുടെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതും കൂടെ വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, തട്ടടാന്ന് പറഞ്ഞത്. നീ ഒന്ന് തട്ടിക്ക്, നീ ചോണയുണ്ട് എന്ന് തട്ടാനും പറഞ്ഞ് കൈ പിടിച്ചോങ്ങ് നിൽക്കുവാണ്. അപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. അലീന പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് മാറിക്കുക, അച്ഛൻ ഇത് എന്ത് പരിപാടിയെ കാണിക്കണം എന്ന് ചോദിച്ചങ്ങ് മാറ്റി നിർത്തുവാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവന് പച്ചവെള്ളം പോലും കൊടുത്തു പോയേക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കും, അറിയാലോ. അവന് ആഹാരം വേണ്ട, അവനവിടെ കിടന്നോട്ടെ,
ഇതിന് വേണ്ടിയിട്ടാണോ ഞാനും നീയൊക്കെ ഓടി നടന്ന് ഇവനെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ആര് പറഞ്ഞു എന്നെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കാൻ? ഞാൻ പറഞ്ഞോ? എന്നെ രക്ഷിക്കാൻ പറഞ്ഞോ? അവിടെ കിടന്നാൽ മതിയായിരുന്നു, സ്വസ്ഥ സമാധാനം ഉണ്ടായിരുന്നു, ഈ നശിച്ച വീട്ടിലേക്ക് വരണ്ടായിരുന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രന് വീണ്ടും ദേഷ്യമായി. ഒരു വിധത്തിലാണ് അലീനെ ബാലേന്ദ്രനെ പുറത്തേക്ക് കൊണ്ടിരുന്നത്. കാരണം ഭയങ്കര ടെൻഷനായിരുന്നു ബാലേന്ദ്രന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുകയാണ്. ഗോവർദ്ധനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോവർദ്ധന, എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ ഒരു കാർപ്പൻറ്ററെ വേണമെന്ന് പറഞ്ഞു. ഈ രാത്രി സമയത്തോ? എന്തിനാ ബാലേട്ട? അതൊക്കെ ഉണ്ട്, 1 മണിക്കൂറിലല്ലേ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. എവിടെ നിന്നാണെങ്കിലും പ്രശ്നമില്ല, ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞു, കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അല്ല എന്തിനാ ബാലേട്ട? അതെ, രോഹിത്തിന് മുറിയുടെ കുറ്റിയും കുളുത്തൊക്കെ എടുക്കാനാന്ന് പറഞ്ഞു. ഗോവർദ്ധന എന്താന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് അലീനെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കണം. ഈ സമയത്ത് ബബിത കൃഷ്ണമോളുടെ അടുത്തേക്ക് വന്നു. ആ സമയം കൃഷ്ണമോള് പറഞ്ഞു, വീണ്ടും ആ രോഹിത്തേണ്ട അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളെന്ന്. അവൾക്കിത് എന്തിൻ്റെ കേടാ? വല്ലയിടത്തും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരായിരുന്നോ? പിന്നെ ഈ പാത്രം പൊക്കി പിടിച്ച് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചിക്കാണ് ഇതൊക്കെ പറ്റുമോ? പിന്നെ അവൾ വലിയ ത്യാഗം ചെയ്യാൻ നടക്കുമല്ലേ, ഇപ്പം നന്നാക്കി എടുക്കുമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല ചേച്ചി സ്വന്തം അനുജത്തിയല്ലേ, എന്നിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും രോഹിത്തേണ്ട വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെ എന്നെക്കൊണ്ടും പറ്റില്ലേ, ഇങ്ങനെ കടിച്ചു കയറാൻ വരുന്നതുകൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? എനിക്കതൊന്നും പറ്റുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അതെ, പക്ഷെ അലീന ചേച്ചിക്ക് അങ്ങനെയല്ല, അലീന ചേച്ചിക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു രക്ഷക വന്നിരിക്കുന്നു ചേച്ചി, നാളെ ചേച്ചിക്ക് എങ്ങനെ സംഭവിച്ചാലും അലീന ചേച്ചി രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞു. എനിക്കെന്ത് സംഭവിക്കാനായിട്ട്? അതെ, ആ മുടിയൻ്റെ കൂടെയാണല്ലോ, ആ മുടിയൻ ഉറപ്പായിട്ടും തേച്ചിട്ട് പോയില്ലെന്ന് ചോദിച്ചു. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, ഇതുപോലൊരു കള്ളലക്ഷണം പിടിച്ച് ഒരുത്തനെ ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ തേച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ ഭിത്തിയെ തേച്ചിട്ടല്ല പോകുന്നത്, നന്നായിട്ട് ചവിട്ടി അരച്ചിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് നല്ല ദേഷ്യവും സങ്കടമായി കൃഷ്ണമോളോട്. കൃഷ്ണയോട് പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ ആൾ കളിച്ചു. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അലീന വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും ചേച്ചിക്ക് ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്, അവനെ നേരെയാക്കാൻ പറ്റുമെന്ന്. സാരമില്ല, അധികം വൈകാതെ തന്നെ അതൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കാർപ്പൻറ്ററെ കൂട്ടിക്കൊണ്ട് ഗോവർദ്ധൻ അങ്ങോട്ട് വന്നു. ഗോവർദ്ധനം വന്നു കഴിഞ്ഞപ്പോൾ രോഹിത്തിന് മുറിയിൽ പോയി മുട്ടുവാണ് ബാലേന്ദ്രന്. ഒടുവിൽ രോഹിത്ത് കഥ തുറന്നു കഴിഞ്ഞപ്പോൾ കാർപ്പൻറ്ററോട് പറഞ്ഞു, അതെ സകല കുറ്റിയും കൊളുത്തും കഥകിൻ്റെ എടുത്തോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി രോഹിത്തിന് വല്ലാത്തൊരു ടെൻഷന്. ഒടുവിൽ കാർപ്പൻറ്റർ വന്നിട്ട് അതിൻ്റെ കുറ്റിയും കൊളുത്തൊക്കെ എടുക്കുകയാണ്. രോഹിത്ത് അവിടെ മാറി ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.